अस्सलाम वालेकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहू वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बादु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। इन्नमा यअमुरु मसाजिदल्लाहि मन आमन बिल्लाहि वल यौमिल आखिर व अक़ामस सलाता व आतज़ ज़काता व लम यख़शा इल्लल्लाह फ़असा उलाइका अन यकूनू मिनल मुहतदीन। अल्हम्दुलिल्लाह आज അൽഹംദുലില്ലാ इंतजार के बाद ഇന്ന് दिया ഒരു ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം सूरत मस्जिद के इफ्तिताह അഹമ്മദിയ ജമാഅത്ത് നോർവേക്ക് മനോഹരമായ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. एक लंबा अरसा लिया, ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ बाज रोकें पढ़ने की वजह से ഒരു ദീർഘകാലം എടുത്തതുപോലെ रस्मी ചില തടസ്സങ്ങൾ കാരണം आप लोगों को कुछ इंतजार ഔദ്യോഗികമായ ഇതിന്റെ ഉദ്ഘാടനത്തിലും लेकिन നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ടതായി വന്നു. तो सिर्फ എന്നാൽ आने का ഈ ഔപചാരിക ഉദ്ഘാടനം എന്നത് एक मजीद और दुनिया के सामने इजहार है। ജനസമക്ഷമുള്ള കൃതജ്ഞതയുടെ ഒരു പ്രകടനം മാത്രമാണ്. इन रस्मी അല്ലാതെ മസ്ജിദിന്റെ നിർമ്മാണം कोई ऐसा പൂർത്തിയാകണമെങ്കിൽ ഇങ്ങനെയുള്ള मस्जिद ഔദ്യോഗിക ഉദ്ഘാടനം വേണമെന്നില്ല. बस आज मेरा यहाँ आना ഇന്ന് और नमाज जुमा എന്റെ ഇവിടേക്കുള്ള വരവും देना ജുമാ നമസ്കരിപ്പിക്കലും के साथ मेहमान ഈ ഖുത്ബ നൽകലും शाम को इंशाल्लाह അതിഥികളോടൊപ്പം तकरीब में इफ्तिताह की तकरीब വൈകുന്നേരം ഉദ്ഘാടന പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കലും की शुक्र എല്ലാം തന്നെ है जो अल्लाह ताला ने जमात അല്ലാഹു തആല इस मस्जिद की सूरत നോർവേ ജമാഅത്തിന് മസ്ജിദ് എന്ന പേരിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിനുള്ള കൃതജ്ഞതാ പ്രകടനമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ शुक्र अदा करते हुए നന്ദിപൂർവ്വം സ്മരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. के नतीजे में जो एक मोमिन के दिल ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനം കാരണമായി फजलों അള്ളാഹു തആല
നമ്മെ കൂടുതൽ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കി മാറ്റുന്നതാണ്. तो हमारी यहाँ नमाजें पढ़कर ഈ പള്ളിയിൽ വന്ന് को आबाद करके हो നമസ്കരിച്ചുകൊണ്ട് ഒരു രീതിയിലുള്ള നന്ദി പ്രകടനം നാം നടത്തുന്നതാണ്. के जरिए से भी है മറ്റൊരു നന്ദി പ്രകടനം എന്നത് അതിഥികളെ ക്ഷണിച്ചുകൊണ്ടും या उनका आना है या ഉദ്ഘാടന പരിപാടികൾ നടത്തിക്കൊണ്ടും നാം നടത്തുന്നു. लेकिन हकीकी शुक्रगुजारी मस्जिद की എന്നാൽ യഥാർത്ഥ आबादी का हक अदा करने से ही है. കൃതജ്ഞത എന്നത് പള്ളിയിൽ വന്ന് അതിനെ നിറക്കുക എന്നത് തന്നെയാണ്. बस ये अहम बात हर अहमदी को हमेशा अपने ഈ സുപ്രധാന കാര്യം ഓരോ അഹമ്മദിയും എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. इस अदायगी हक को ഈ നന്ദി പ്രകടനത്തെ പ്രതിഫലം നൽകാതെ അള്ളാഹു വിട്ടുകളയുകയില്ല. में उसका तसव्वुर ആ പ്രതിഫലം വളരെ കൂടുതലാണ്. ഈ ലോകത്ത് നിന്നുകൊണ്ട് മനുഷ്യന് ऐसे लोग അത് എത്രയാണെന്ന് കണക്ക് കൂട്ടാനോ जो मस्जिद അത് വലയം ചെയ്യാനോ സാധ്യമല്ല. मस्जिद പള്ളി നിർമ്മിക്കുന്നതിനും अदा करने के लिए പള്ളിയുടെ കടമകൾ നിറവേറ്റുന്നതിനും വേണ്ടി उसका जिक्र इस तरह आया है. പോകുന്നവരുടെ പ്രതിഫലം ഒരു ഹദീസിൽ ഇപ്രകാരം വിവരിച്ചത് കാണാവുന്നതാണ്. बयान करते हैं ഹദ്റത്ത് അബൂ ഹുറൈറ करीम റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ने फरमाया തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, सुबह शाम മസ്ജിദിൽ अल्लाह ताला उसके लिए രാവിലെയും വൈകുന്നേരവും പോകുന്നവർക്ക് मेहमान नवाजी അള്ളാഹു സ്വർഗത്തിൽ അവർക്കായി പ്രത്യേകമായ അതിഥി സൽക്കാരം ഒരുക്കി വെക്കുന്നതാണ്. बस अल्लाह ताला की खातिर അതുകൊണ്ട് वालों के लिए അള്ളാഹുവിന് വേണ്ടി जन्नत में പള്ളിയിൽ വരുന്നവർക്കായി सामान तैयार हो रहे हैं. സ്വർഗത്തിൽ रोजाना സൽക്കാരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. मेहमान नवाजी के നിത്യവും 5 നേരം और फिर ഈ അതിഥി സൽക്കാരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. रहता है, नमाजें अदा करता है. ജീവിച്ചിരിക്കുന്ന 40-50 വർഷം उस അവർ मेहमान നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ अल्लाह ताला ने ആ അതിഥിയെ സൽക്കരിക്കാനായി എന്തുമാത്രം ഒരുക്കങ്ങളായിരിക്കും അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ടാവുക. ये तो एक इंसान के तसव्वुर से भी बाहर है. ഇത് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര കൂടുതലായിരിക്കും. प्यारा मेहमान आए ഈ ലോകത്ത് तो हम मेहमान के നമ്മുടെ आने के चलते ही പ്രിയ അതിഥി ആരെങ്കിലും വരുന്നുണ്ടെന്ന് और इस मेहमान से നാം അറിഞ്ഞാൽ जितना जितना प्यार ഉടനെ അതിനുള്ള ഒരുക്കങ്ങൾ നാം തുടങ്ങുന്നു. उसके मुताबिक अपनी അതിഥിയുമായി इंतहा करने की कोशिश നമ്മുടെ ബന്ധവും അടുപ്പവും സ്നേഹവും അനുസരിച്ച് നമ്മുടെ ആതിഥ്യത്തിലും മാറ്റുകൂടും. तो वसाइल भी महदूद होते हैं, लेकिन खुदा നമ്മുടെ കയ്യിൽ जिसको वसाइल की जिसके പരിമിതമായ സാധനങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ जिसकी रहमत की भी कोई हद नहीं, जिसकी അനന്തമായ സാധനങ്ങളുടെ ഉടമസ്ഥനായ वो किस तरह അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ के सम्मान करता हो. ആതിഥ്യത്തിനും അതിരുകൾ ഉണ്ടാവുകയില്ല. इंसानी सोच से അവൻ ആരാധന നടത്തുന്ന തന്റെ ദാസനെ എന്തുമാത്രം ऐसी ഉന്നതമായ രീതിയിലായിരിക്കും സൽക്കരിക്കുക. मौके ഇതും മനുഷ്യചിന്തക്കതീതമാണ്. कोशिश करनी चाहिए. അതുകൊണ്ട് അങ്ങനെയുള്ള അതിഥി സൽക്കാരം ലഭിക്കുന്നതിനായാണ് നാം പരിശ്രമിക്കേണ്ടത്. ഇവിടെ താമസിക്കുന്ന ഓരോ അഹമ്മദിയും मस्जिद का ഈ ചിന്ത നിലനിർത്തിക്കൊണ്ട് हक अदा करने वाला होगा. മസ്ജിദിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. हक की अदायगी जहाँ अल्लाह ताला से ताल्लुक को ഈ കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ और उस അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെടുകയും वहाँ അവന്റെ സ്നേഹം അധികരിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതോടൊപ്പം दिलाने वाली है. സ്വന്തക്കാരോടും അന്യരോടുമുള്ള കടമകൾ പാലിക്കുന്നതിലേക്കും और उसकी मेहमान नवाजी के നമ്മെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. इस दुनिया को भी जन्नत പരലോകത്ത് ലഭിക്കുന്ന സ്വർഗത്തിനും या कर रहा होता है. അതിഥി സൽക്കാരത്തിനും വേണ്ടി ഒരു വിശ്വാസി ഈ ലോകത്തും ज़ाहिरी शुक्रगुजारी भी होनी चाहिए. സ്വർഗം പടുത്തുയർത്തുന്നു. ज़ाहिरी शुक्रगुजारी उस ഞാൻ പറഞ്ഞതുപോലെ माशरे के ബാഹ്യമായി ഈ നന്ദി പ്രകടനം എന്നത് जो इस दुनिया को भी
जन्नत नज़ीर बनाने ലോകത്ത് गुज़श्ता അവർ दो दिनों में പടുത്തുയർത്താൻ പോകുന്ന रेडियो സ്വർഗീയമായ സമൂഹത്തിന്റെ നിർമ്മാണത്തിനുള്ള ഒരു ശ്രമം കൂടിയാണ്. मेरे इंटरव्यू കഴിഞ്ഞ 2 ദിവസങ്ങളിൽ റേഡിയോ, उसमें TV, हर एक പത്രങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ इस बात വിവിധ സന്ദർഭങ്ങളിൽ लगता था कि എന്റെ मस्जिद क्या होगा, ഇന്റർവ്യൂ എടുക്കുകയുണ്ടായി. അതിൽ ഓരോരുത്തരും വിവിധ ചോദ്യങ്ങൾ ചോദിച്ചതോടൊപ്പം ये मकसद പൊതുവിൽ അവർ ചോദിച്ചത്, क्या होगा यहाँ, ഈ പള്ളി നിർമ്മാണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? यही जवाब था। ഇതിൽ എന്തെല്ലാം പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക? നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? खुद भरे जज्बात से भरे അപ്പോൾ ഞാൻ അവർക്ക് നൽകിയിരിക്കുന്ന മറുപടി, दुनिया ചുറ്റുപാടിൽ സമാധാനം നിലനിർത്തിക്കൊണ്ട് പരസ്പരം സ്നേഹവും സൗഹൃദവും വർദ്ധിപ്പിച്ചുകൊണ്ട് साथ ഈ നാടിനെ इस्लाम की സ്വർഗതുല്യമാക്കി മാറ്റുക, तालीम का अपनी जिंदगियों में इजहार ഏകദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം करके दुनिया को ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് ഈ ലോകത്തെ इस मस्जिद ശാന്തിയുടെയും സമാധാനത്തിന്റെയും തൊട്ടിലാക്കി മാറ്റുകയും ചെയ്യുക എന്നിവയാണ്. ഇതാണ് ഇതിന്റെ ഉദ്ദേശ്യം. मुल्क में അതുകൊണ്ട് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം प्यार को ഈ മസ്ജിദിന്റെ ചുറ്റുപാടും ഈ പട്ടണത്തിലും ഈ നാട്ടിലും पहले से സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും വർദ്ധിപ്പിക്കുക എന്നത് ये मीडिया का आना, അഹ്മദികളുടെ പ്രത്യേക കടമയായി മാറിയിരിക്കുകയാണ്. रेडियो टीवी वगैरह का മുമ്പത്തേക്കാൾ ഉപരി ഈ കടമ വർദ്ധിക്കുന്നു. जिक्र करना, ഇവിടെ മീഡിയ വരുന്നതും ഇന്റർവ്യൂ എടുത്തതും പത്രങ്ങളിലും റേഡിയോയിലും ടിവിയിലും ഇതെല്ലാം शुक्रगुजारी की तरफ माइल कर നമ്മെ അനുകൂലിച്ചുകൊണ്ട് ഈ പള്ളി നിർമ്മാണത്തെ എടുത്തു പറയുക എന്നതും നമ്മെ കൂടുതൽ കൃതജ്ഞത ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. आपकी कुर्बानियों का बदला കൃതജ്ഞതയിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതുമായിരിക്കണം. അല്ലാഹു തആല जो पैदा हुई നിങ്ങളുടെ കുർബാനിക്കുള്ള പ്രതിഫലം മീഡിയയെ നിങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് നൽകുകയുണ്ടായി. और मस्जिद का जिक्र हुआ। പൊതുവിൽ ये दुनियावी सतह വളരെ നല്ല രീതിയിൽ जमात के मुखलसीन की അവർ कुर्बानी ജമാഅത്തിനെ കുറിച്ചും മസ്ജിദിനെ കുറിച്ചും പ്രതിപാദിക്കുകയും ചെയ്തു. लौटाता है। അതുകൊണ്ട് ഭൗതിക തലത്തിൽ ജമാഅത്തിന്റെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ഈ സ്മരണകളും हक अदा कर അവരെ കൃതജ്ഞതാ പ്രകടനത്തിലേക്കാണ് വീണ്ടും കൊണ്ടുപോകുന്നത്. ഈ കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ताला के മനുഷ്യൻ नमाज से അല്ലാഹു തആലയുടെ गोया ये एक ऐसा അനുഗ്രഹത്തിന് फैज का दायरा അവകാശികളായി മാറുന്നു. जो अपने യഥാർത്ഥത്തിൽ के अंदर ही नहीं रहता, बल्कि लहरों के അനുഗ്രഹങ്ങളുടെ ഈ വലയം फैलता चला जाता है, തന്റെ അതിരുകളെ മറികടന്നുകൊണ്ട് दायरा बनता है ഓളങ്ങളുടെ വലയം പോലെ വ്യാപിച്ചുകൊണ്ടേ പോകുന്നു. और फिर വെള്ളത്തിൽ നാം കല്ലെറിയുകയോ മറ്റു വല്ല വസ്തുവും ഇടുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഒരു വലയം വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്നു. അത് ചെറിയ ഒരു വൃത്തമായിരിക്കും ഉണ്ടാവുക ആദ്യം, അത് പിന്നീട് വലിയ വൃത്തമായി തീരുന്നു, അത് തുടർന്ന് വ്യാപിച്ചുകൊണ്ടേ പോകുന്നതാണ്. इंसान എന്നാൽ നമ്മുടെ ഈ വലയം किया जा रही है അതിന്റെ അവസാനം എത്തിയാൽ തീർന്നു പോകില്ല. और जब इंसान की जिंदगी खत्म होती है മനുഷ്യ ജീവിതത്തിൽ अगले जहान में നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ വലയം വ്യാപിച്ചുകൊണ്ടേ പോകുന്നതാണ്. മനുഷ്യ ജീവിതം അവസാനിക്കുമ്പോൾ അടുത്ത ലോകത്ത് അള്ളാഹു ഇതിൽ വൈപുല്യം നൽകുന്നു. इसको ചുരുക്കത്തിൽ ഈ മസ്ജിദ് के लिए बेइंतहा फजलों और बरकतों के അതിനെ ജനസാന്ദ്രമാക്കി മാറ്റുന്നവർക്ക് हर मस्जिद जो हम तमीर അനന്തമായ അനുഗ്രഹവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. इंतहा फजलों और बरकतों के समान നാം നിർമ്മിക്കുന്ന ഓരോ മസ്ജിദിന്റെയും ലക്ഷ്യം ഇത് തന്നെയാണ്. അവയെല്ലാം തന്നെ അനന്തമായ ഫضലുകളും അനുഗ്രഹങ്ങളുമായാണ് വരേണ്ടത്. और बरकतों को समेटना ഈ അനുഗ്രഹങ്ങളെയും यहाँ के रहने वालों ഫضലുകളെയും സ്വരുകൂട്ടുക എന്നത് ഇവിടെ താമസിക്കുന്നവരുടെ ജോലിയാണ്. इसको समेटने की कोशिश करें ഇത് സ്വരുകൂട്ടാനായി എത്രമാത്രം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുമോ यहाँ भी അത്ര കണ്ട് നിങ്ങൾ അനുഗ്രഹം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. करीम में ഈ ലോകത്തും പരലോകത്തും करने वालों का നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതാണ്. आया है। വിശുദ്ധ ഖുർആനിൽ പള്ളികളിൽ എപ്പോഴും പോകുന്നവരെ കുറിച്ച് ഞാൻ ഓതിയ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: तो वही अब बात करता है അള്ളാഹുവിന്റെ മസ്ജിദുകൾ और यौम നിറക്കുന്നവർ
और नमाज कायम करे, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. അവർ നമസ്കാരം നിലനിർത്തുന്നു, സക്കാത്ത് നൽകുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും അവർ ഭയപ്പെടുന്നില്ല. നേർമാർഗം തെറ്റിച്ചവരിൽ ഇവർ ഉൾപ്പെടുന്നതാണ്. की शर्त सबसे जरूरी है, पहले रखी गई। അള്ളാഹുവിലുള്ള വിശ്വാസമാണ് मुंह से कह देना काफी नहीं है, ആദ്യമായി വേണ്ടത്. ആദ്യം അതാണ് വെച്ചത്. अल्लाह ने ईमान വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. बाज निशानियां അള്ളാഹു തആല വിശ്വാസത്തിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. मोमिन नहीं बना देता। जब तक मोमिन ഇസ്ലാമിൽ അംഗമാവുക എന്നതുകൊണ്ട് മൂമിൻ ആവുകയില്ല. വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം. कि हम ईमान लाए, അറബിലെ ഗ്രാമീണർ വന്ന് हजरत ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ लम तुम തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞത്, तुम ईमान ले आए, ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. तौर पर इस्लाम നിങ്ങൾ വിശ്വസിച്ചു മുഅ്മിൻ ആയി എന്ന് പറയണ്ട, ഞങ്ങൾ ബാഹ്യമായ നിലയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുക. और ईमान की അനുസരണം പുലർത്തി എന്ന് പറഞ്ഞാൽ മതി. कि तुम अल्लाह और उसके रसूल की सच्ची इताअत करो। വിശ്വാസത്തിന്റെ ലക്ഷണം എന്നത് നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ശരിയാവണ്ണം അനുസരിക്കുക എന്നതാണ്. का निशाना बनाते हैं ഇന്ന് कि तुम मुसलमान नहीं हो, അനഹമദികൾ हालांकि हम तो നമ്മെ കുറിച്ച് പറയുന്നത് जिन्होंने നിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നാണ്. करते हुए എന്നാൽ നാം इमाम को मानना है। അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് കാലഘട്ടത്തിലെ ഇമാമിനെ അംഗീകരിച്ചവരാണ്. नहीं बनाती, ഈ സമ്പൂർണ്ണ അനുസരണം गो നമ്മെ യഥാർത്ഥ മുസ്ലിം വിശ്വാസികളായി മാറ്റുന്നു. बेशक गैर मुस्लिम कहते रहे, മറ്റു इस इताअत की മുസ്ലിം കക്ഷികൾ നമ്മെ अल्लाह ताला മുസ്ലിം അല്ല എന്ന് പറഞ്ഞാലും के इस हुक्म की वजह ഈ അനുസരണം കാരണമായി से पक्के അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന പ്രകാരം जुल्मों का निशाना നാം बनाया जाए। ശരിയായ മുഅ്മിനീങ്ങളാണ്. लेकिन फिर भी ഇന്ന് अहमदियत से അഹമ്മദികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും मुनहरिफ नहीं होता। അഹമ്മദിയത്തിൽ നിന്നും तो हकीकी मुसलमान हम हुए या दूसरे, പിന്തിരിയുന്നില്ല. ഇതിൽ നിന്ന് തന്നെ യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് മനസ്സിലാകുന്നതാണ്. नहीं कहते, लेकिन हम ये जरूर कहते हैं കലിമ ചൊല്ലുന്ന ആരെയും നാം മുസ്ലിം അല്ല എന്ന് പറയാറില്ല. मुसलमान എന്നാൽ करार दिया है, വിശുദ്ധ ഖുർആൻ हर तरह യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞിരിക്കുന്നവർ अपने ईमान में എല്ലാ രീതിയിലും അനുസരണം പുലർത്തിക്കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കുന്നവരാണെന്ന് ഞങ്ങൾ പറയുന്നു. ईमान में इजाफे का बायस हो। ഓരോ ദിവസവും തന്നെ അവരുടെ വിശ്വാസത്തിന് വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. नेकियों में बढ़ने की कोशिश ഇതിനായി നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുവോളം, अल्लाह और उसके रसूल के നന്മയിൽ മുന്നേറാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുവോളം, कोशिश करते रहेंगे। അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ मानों के जुमरे में നാം शुमार होते रहे। മുഅ്മിനീങ്ങളുടെയും യഥാർത്ഥ മുസ്ലിങ്ങളുടെയും ഗണത്തിൽ എണ്ണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. हुकूमत के അതുകൊണ്ട് ഏതെങ്കിലും മൗലവിയുടെയോ മുഫ്തിയുടെയോ सर्टिफिकेट नहीं, ഗവൺമെന്റിന്റെയോ ഫത്വയുടെ ആവശ്യം നമുക്കില്ല. നാം മുസ്ലിമാണെന്നതിന് ഏതെങ്കിലും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല. हमारे ईमान पर मोहर, നമ്മുടെ हमारी വിശ്വാസത്തിനുള്ള സാക്ഷ്യം रसूल के अहकामात पर മുദ്രണം ചെയ്യപ്പെടേണ്ടത് कोशिश അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ മാർഗം കരസ്ഥമാക്കാനുള്ള നമ്മുടെ പരിശ്രമമാണ്. नहीं, हमारी मोहरें लगती चली जाएंगी। നാം എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ अलैहिस्सलाम ने फरमाया है कि एक हकीकी ആ രീതിയിൽ നമ്മുടെ സാക്ഷ്യമുദ്ര ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. जो उसे ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ये नहीं ഒരു യഥാർത്ഥ വിശ്വാസിയെ चंद एक नेक अमल അനുഗ്രഹങ്ങൾക്ക് അവകാശികളാക്കുന്ന പ്രവൃത്തി എന്നത് ഒന്നോ രണ്ടോ സൽപ്രവർത്തികൾ ചെയ്യുക എന്നത് കൊണ്ടല്ല, तो जो होगी മറിച്ച് എല്ലാ സൽപ്രവർത്തികളും ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോഴായിരിക്കും. बस हमें सिर्फ അപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി മനുഷ്യൻ തീരുന്നത്. कि हमने അതുകൊണ്ട് के इमाम നാം കാലഘട്ടത്തിന്റെ ये माऊ तो ഇമാമിനെയും और ये काफी है। വാഗ്ദത്ത മസീഹിനെയും അംഗീകരിച്ചിരിക്കുന്നു എന്നതിൽ മാത്രം തൃപ്തിപ്പെടാതിരിക്കുക. खुदा और रसूल की इताअत में അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന കാര്യത്തിൽ ये जिंदगी മറ്റു മുസ്ലിങ്ങളെ അപേക്ഷിച്ച് ഒരു ചുവട് മുന്നോട്ട് നാം വെച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഈ ജീവിതം എന്നത് നിരന്തരമായ പരിശ്രമവും के लिए അള്ളാഹുവിന്റെ പ്രീതി അന്വേഷിക്കുന്നതിൽ മുന്നേറിക്കൊണ്ടിരിക്കലുമാണ്. अल्लाह ताला ने बताया है, इबादत करो और മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞത് ഇതാണ്.
एक जगह बैठ ആരാധന ചെയ്യുക, അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടൊരു വിശ്വാസി ഒരു സ്ഥലത്ത് ഇരുന്നു പോകാൻ പാടില്ല. അള്ളാഹു हमने उनमें चंद एक पेश कर ഒരു വിശ്വാസിയുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിൽ നിന്നും ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ये है അള്ളാഹു പറയുന്നു, कि अशद ഒരു വിശ്വാസിയുടെ ഒന്നാമത്തെ അടയാളം ഇതാണ്, सबसे बढ़कर അശദ്ദു ഹുബ്ബല്ലില്ലാ, അവർ ഏറ്റവും കൂടുതൽ ये तो അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. एक ऐसे शख्स को जिसका मजहब से कोई ताल्लुक नहीं है उसे भी മതവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. क्या कुछ नहीं ആരോടാണോ കടുത്ത സ്നേഹമുള്ളത് അവർക്ക് വേണ്ടി എന്തെല്ലാം മനുഷ്യൻ ചെയ്യുന്നു. जब अपने ईमान का दावा करता है അതിനാൽ ഒരു വിശ്വാസി अल्लाह ताला से मोहब्बत തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ उसकी अल्लाह അയാൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം मोहब्बतों पर हावी होनी चाहिए. മറ്റെല്ലാ സ്നേഹത്തെക്കാളും മുമ്പിൽ നിൽക്കേണ്ടതാണ്. फिर दुनिया की दौलत, दुनिया की चमक दमक, ഭൗതിക സമ്പത്തും ഭൗതിക പ്രഭാവവും बीवी, खानदान, ഭൗതികമായ ജോലിത്തിരക്കും अल्लाह ताला की मोहब्बत के मुकाबले में മക്കളും पेश हो जाते हैं. ഭാര്യയും കുടുംബവും എല്ലാം ദൈവസ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ലാതായിരിക്കേണ്ടതാണ്. खुदा ताला के लिए पैदा हो ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടത്. उस की ऐसे शख्स की इबादत, അള്ളാഹുവിന് വേണ്ടി ഈ ഒരു സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ उसकी इबादत की तरफ भी അങ്ങനെയുള്ള വ്യക്തിയുടെ ആരാധനയും നിഷ്കപടമായിരിക്കും. जो होगी. അദ്ദേഹത്തിന് ആരാധനയിലേക്ക് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ്. और जब इबादत की तरफ तो जो पैदा होगी तो इंशाअल्लाह फिर आपकी ये मस्जिद ഇബാദത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ जहाँ भी हैं और आइंदा बनने वाली मसाजिद भी നിങ്ങളുടെ ഈ മസ്ജിദും की आबादी उनकी നിങ്ങളുടെ നമസ്കാര കേന്ദ്രങ്ങളും ഇനി ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദുകളും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. से मोहब्बत का इजहार हो रहा होगा तो हमारी औलादें നമ്മുടെ ഹൃദയത്തിൽ उसके असर ले रही होंगी. അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനം ഉണ്ടാകുമ്പോൾ दुआ के लिए നമ്മുടെ മക്കളും तो हमें ആ സ്വാധീനം സ്വീകരിക്കുന്നതാണ്. और नतीजतन മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പലരും പറയാറുണ്ട്. बातों में जा रहा होगा അവർ മക്കൾക്കായി തങ്ങളുടെ മാതൃകകൾ സമർപ്പിക്കണം. का इजहार और मसाजिद की മക്കളിൽ ഈ സ്വാധീനം ചെലുത്തുകയാണെങ്കിൽ തലമുറയായി അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനവും പള്ളികളെ നിറക്കുക എന്ന പ്രവൃത്തിയും നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് നമ്മിൽ നിർബന്ധമായ കാര്യമാണ്. मोहब्बत खुदा ताला से जहाँ हम अपने अंदर पैदा करें അള്ളാഹുവിനോടുള്ള സ്നേഹം वहाँ अपनी औलादों നാം നമ്മിൽ ഉണ്ടാക്കുമ്പോൾ, भी इस मोहब्बत की അതിനായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും जब ये होगा ഇതിനെ രുചിപ്പിച്ചു നോക്കണം. ये मुखालफतें और मुखालफीन की कोशिशें ഇങ്ങനെയായി കഴിഞ്ഞാൽ ഈ आप मर जाएंगे. എതിർപ്പുകൾക്കുള്ള പരിശ്രമവും करता है എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവസാനിക്കുന്നതാണ്. കാരണം ദാസൻ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ശക്തിയായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. തന്റെ ദാസന്റെ സഹായിയും സംരക്ഷകനുമായി അവൻ മാറുന്നു. नुकसान नहीं पहुंचा सकता. ആരുടെ സംരക്ഷകനായി അള്ളാഹു മാറുന്നു, चंद औबार ഈ താൽക്കാലിക എതിർപ്പുകൾ അവന് ഒരു നഷ്ടവും വരുത്തി വെക്കില്ല. चंद छोटे बच्चे ചില തമ്മാടികൾ വന്ന്, जो पत्थर मारकर शीशे तोड़ जाते हैं मस्जिद के, അതുമല്ലെങ്കിൽ മുതിർന്നവരുടെ പ്രേരണയാൽ ചില കുട്ടികൾ വന്ന് കല്ലെറിഞ്ഞ് പള്ളിയുടെ ചില്ലുകൾ തകർത്തെങ്കിൽ, അതല്ലെങ്കിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ചു കഴിഞ്ഞ് അവർ ക്ഷീണിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരുന്നു. शामिल हो जाएंगे. അതല്ലെങ്കിൽ നിങ്ങളുടെ അള്ളാഹുമായുള്ള ബന്ധം കണ്ടുകൊണ്ട് बस അതിൽ നിന്നുള്ള സൽപ്രകൃതക്കാർ ഇതിൽ വന്നു ചേരുന്നതാണ് ഇൻഷാ അള്ളാ. बनाना आपके काम की इंतहा नहीं है, ഞാൻ പറഞ്ഞതുപോലെ बल्कि इसके बाद ഈ പള്ളി നിർമ്മാണം എന്നത് अपनी हालतों की നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അവസാനമല്ല. और ഇതിനുശേഷം रहने की जरूरत है. നിങ്ങളുടെ അവസ്ഥയെ ഒന്നുകൂടി പരിശോധിക്കേണ്ടത് अपनी ആവശ്യമായി വരുന്നതാണ്. माहौल में खुदा ताला से मोहब्बत के इजहार നിങ്ങളുടെ അള്ളാഹുമായി എത്ര കണ്ട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടതായി വരും. लगे, ये पता चले दुनिया को അള്ളാഹുവിനോടുള്ള സ്നേഹപ്രകടനം की खातिर സമൂഹത്തിൽ പ്രകടിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. काम नहीं होते. കാരണം അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ പേരിൽ ത്യാഗം ചെയ്തവരാരും राव ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ലെന്ന് ലോകത്തിന് തെളിയിക്കണം.
അതുകൊണ്ട് ഈ അല്ലറ ചില്ലറ കല്ലേറോ और ना बन सकते। മാലിന്യം വലിച്ചെറിയലോ നമുക്കെതിരിൽ മുദ്രാവാക്യം മുഴക്കുന്നതോ की पहली അള്ളാഹുവിന്റെ ആളുകളുടെ പ്രവർത്തനത്തിന് ഇതുവരെ തടസ്സമായിട്ടില്ല. അത് തടസ്സമായി തീരുകയുമില്ല. ചുരുക്കത്തിൽ പള്ളികൾ നിർമ്മിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം അവർ അള്ളാഹുവിനെ സ്നേഹിക്കുമെന്നതാണ്. फरमाता है അവരുടെ വിശ്വാസത്തിൽ ദൃഢജ്ഞാനത്തിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു വിശ്വാസികളുടെ മറ്റൊരു ലക്ഷണം പറഞ്ഞത് उनका जो അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മറുപടി സമീഅനാ വ അതഅനാ എന്നതായിരിക്കും. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. अल्लाह ताला समेना व अताना का जवाब देने वालों को के बारे में फरमाता है कि സമീഅനാ വ അതഅനാ എന്ന് മറുപടി പറയുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നു, कामयाब होने वाले हैं। ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, बस इवर कामयाबी का नतीजा है വിജയികളാണ്. सुनते ही इताअत करने का, കേട്ട് അനുസരിക്കുന്നതിന്റെ ഫലം नाम पर अकामात दिए जाएं। വിജയമാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ നൽകുന്ന കൽപ്പനകൾ അവർ जिनके करने കേൾക്കുന്നു, അനുസരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ചെയ്യാനും ചെയ്യാതിരിക്കാനും പറഞ്ഞ എല്ലാ കൽപ്പനകളും ഇതിൽ ഉൾപ്പെടുന്നു. मुस्लिम कि अपनी इमानतों का हक अदा करो। വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളെ സൂക്ഷിക്കുക, അതിന്റെ കടമകൾ നിങ്ങൾ നിറവേറ്റുക. मानते हैं आपकी जिम्मेदारी നിങ്ങളുടെ അമാനത്തുകൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്, इंसान को उसको कोशिश करता है अदा करने की, നിങ്ങളുടെ കടമകളാണ്. की जिम्मेदारी है। ഏതെങ്കിലും ഉത്തരവാദിത്തം മനുഷ്യന് വരുമ്പോൾ आपके सुपुर्द की അത് നിറവേറ്റാൻ അവൻ ശ്രമിക്കുന്നു. ഇതും അമാനത്തുകൾ അതർഹിക്കും വിധം നിറവേറ്റുക എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. आपको हुक्म है, ओहदेदार हैं तो उनका जमात को നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ നിർവഹിക്കണം. ഭാരവാഹികൾ तकादे पूरे कर ജമാഅത്തിന് വേണ്ടി സമയം നൽകുകയും फ़राइज़ നീതിബോധത്തോടെ തന്റെ ജോലി നിർവഹിക്കുകയും हकूक की अदायगी की ജമാഅത്ത് അംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി പരിശ്രമിക്കുകയും एक ओहदेदार ചെയ്യേണ്ടതാണ്. कोई दुनियावी ओहदेदार नहीं है। നമ്മുടെ ഭാരവാഹികൾ ताकत के बल पर अपने ഭൗതിക ഭാരവാഹികളെ പോലെ അല്ല. काम है, തന്റെ ശക്തി ഉപയോഗിച്ച് നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നവരല്ല. कौम का खात्म होता അവർ യഥാർത്ഥത്തിൽ സേവകരാണ്. സമൂഹത്തിന്റെ നേതാവ് സമൂഹത്തിന്റെ സേവകനാണെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. है। खिदमत അതുകൊണ്ട് സേവന മനസ്ഥിതി എന്ന വികാരമാണ് നാം വർദ്ധിപ്പിക്കേണ്ടത്. हक अदा कर അപ്പോൾ മാത്രമേ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് വേണ്ടും വിധം വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. फलां फलां ചിലർ വന്ന് എന്നോട് പറയാറുണ്ട്, अमूमन ये ഇന്ന സ്ഥാനമാണ് എനിക്കുള്ളത്. कहो कि फलां खिदमत मेरे सुपुर्द है। അപ്പോൾ ഞാൻ പൊതുവിൽ പറയാറുള്ളത്, നിങ്ങൾ പറയേണ്ടത് ഇന്ന സേവനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. മറ്റുള്ളവർ നിങ്ങളെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാലും നിങ്ങൾ പറയേണ്ടത് ഞാൻ സേവകനാണെന്നാണ്. നമുക്ക് സേവനം ചെയ്യാൻ സൗഭാഗ്യം നൽകി എന്നത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. कहने से सोच में फर्क आ जाता है। ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ ചിന്തയിൽ മാറ്റം വരുന്നു. बड़ेपन का एहसास ज्यादा हो जाता है। बड़ेपन का एहसास इस तरह ഒരു വലിപ്പത്തരം ചിന്തയിൽ വരുന്നു. अफसराना शान पैदा होने की हो जाती है दिमाग। ഞാൻ വലിയ ഒരാളെന്ന അഫ്സറാണെന്ന ചിന്ത മനസ്സിൽ വരാൻ തുടങ്ങുന്നു. എന്നാൽ ജമാഅത്തിലെ ഭാരവാഹികൾ സേവകരായിരിക്കണം. और जब ओहदेदार अपनी इमानतों के हक अदा कर रहे होंगे तभी ഭാരവാഹികൾ തങ്ങളുടെ കടമകൾ നിറവേറ്റുമ്പോൾ മാത്രമാണ് हकीकी मददगार बन रहे होंगे। അവർ ഖലീഫയുടെ ओहदेदार യഥാർത്ഥ സഹായികളായി തീരുകയുള്ളൂ. अफराद जमात ഭാരവാഹികളെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ജമാഅത്ത് അംഗങ്ങൾക്ക് നിർബന്ധമാണ്. खिलाफत अहमदिया से അവർ അത് ചെയ്യുന്നുമുണ്ട്. अफराद ഇത് ചെയ്യുന്നതിനുള്ള കാരണം और ജനങ്ങൾക്ക് से के അഹമ്മദിയ ഖിലാഫത്തുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ധിക്കരിച്ചുകൊണ്ട് ആരും തന്നെ കാലത്തിന്റെ ഖലീഫയുടെ അനിഷ്ടം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. के हक सही तौर पर अदा करने की कोशिश। അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥന്മാരും हर ओहदेदार का അവരവരുടെ ജോലികൾ ഭംഗിയായി നിർവഹിക്കാൻ അവർ ശ്രമിക്കേണ്ടതാണ്. के मयार दूसरों से मुख्तलिफ होने चाहिए। ഓരോ ഉദ്യോഗസ്ഥന്റെയും ജീവിതശൈലിയും സംസാരവും ആരാധനാ നിലവാരവും कुरानी हुक्म മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തമായിരിക്കേണ്ടതാണ്. ഒരു വ്യത്യാസമുണ്ടായിരിക്കണം. पर्दा है
ലജ്ന ഉദ്യോഗസ്ഥർ उसका ख्याल रखना, പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. वरना वो अपनी ईमानत का हक अदा नहीं कर रही। ഉദാഹരണമായി വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയാണ് ये काम तो है ही है, एक जायद हुक्म मर्दों പർദ്ദയെക്കുറിച്ചുള്ളത്. औरतों അത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നവരായി മാറില്ല. पर्दे की शिकायत वक्तन फक्तन आती മറ്റു കൽപ്പനകൾ എല്ലാമുണ്ട്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പ്രത്യേകമായി പർദ്ദയുടെ കൽപ്പന കൂടിയുണ്ട്. നോർവേയിൽ നിന്നും പർദ്ദയുടെ കാര്യത്തെക്കുറിച്ചുള്ള പരാതി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. लेकिन अगर आप भी ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല വളരെ ശക്തമായ താക്കീത് നൽകിയിരുന്നു. उनके अब भी पर्दे के मयार ഖലീഫത്തുൽ മസീഹ് റാബിയും മനസ്സിലാക്കി കൊടുത്തിരുന്നു. औरतों मर्दों में मेल जोल എന്നാൽ ഇപ്പോഴും ഭാരവാഹികളുടെ പർദ്ദ നിലവാരം ഉയർന്നിട്ടില്ലെങ്കിൽ ज़्यादा സ്ത്രീകളും आना जाना है और मजलिस പുരുഷന്മാരും സ്വതന്ത്രരായി ഇടപഴകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ इसलिए വീടുകളിൽ हाँ मेरा പർദ്ദയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വതന്ത്രമായി बोला വരവും പോക്കും चचा ये मामू कह दिया मैंने उससे, നടക്കുകയാണെങ്കിൽ, സ്വതന്ത്ര സദസ്സുകൾ സംഘടിപ്പിക്കുകയുമാണെങ്കിൽ, പരസ്പരം കുടുംബബന്ധം പോലും ഇല്ലാതിരിക്കെ इसी तरह अगर ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ तो कुरान ഇന്നയാൾ സഹോദരനാണെന്നും और एक ഇന്ന വ്യക്തിയെ ഞാൻ ताकीदी हुक्म അമ്മാവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് പർദ്ദയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുകയാണെങ്കിൽ, आप जो है फर्ज അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധം പറഞ്ഞ് ബന്ധുക്കളാണെന്ന് ധരിക്കുകയുമാണെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. अगर लजना की हर വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിനിക്ക് നൽകുന്ന താക്കീത് നിനക്ക് പർദ്ദ അനിവാര്യമാണെന്നാണ്. ലജ്ജാശീലം പ്രകടിപ്പിക്കുക എന്നതാണ് നിന്റെ മഹത്വം. ലജ്നയിലെ ഉദ്യോഗസ്ഥർ ഏതു തരത്തിലുള്ളവരായാലും, പട്ടണത്തിലുള്ളവരായാലും, ഗ്രാമത്തിലുള്ളവരായാലും, ദേശീയ തലത്തിലുള്ളവരായാലും, അവർ പർദ്ദ ശീലിക്കുകയാണെങ്കിൽ, ഇസ്ലാമിന്റെ അധ്യാപനമനുസരിച്ച് തങ്ങളുടെ ജീവിത ശൈലി മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വലിയ ഒരു വിഭാഗം മാതൃകയായിത്തീരുന്നതാണ്. इमानत का हक അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും തങ്ങളുടെ ചുറ്റുപാടിനു വേണ്ടിയും മാതൃകയായിത്തീരുന്നതാണ്. ലജ്നകളുടെ അമാനത്ത് നിറവേറ്റണമെങ്കിൽ മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതോടൊപ്പം തങ്ങളുടെ പർദ്ദയുടെ കടമയും പാലിക്കേണ്ടിയിരിക്കുന്നു. अरसे के बाद ये निकाब बाहर आई എനിക്ക് जिसको पहनने में दिक्कत ചിലരുടെ പർദ്ദയുടെ അവസ്ഥ മുലാഖാത്ത് സമയത്ത് മനസ്സിലാകുന്നതാണ്. पैदा भी അവരുടെ और एक आम अहमदी औरत മുഖമക്കനെ കണ്ടാൽ മനസ്സിലാകും കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് വെളിയിൽ വന്നിരിക്കുന്നത് എന്ന്. അവർക്കിത് ധരിക്കാൻ തന്നെ വലിയ പ്രയാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഉദ്യോഗസ്ഥകളും സാധാരണ അഹമ്മദികളും ഈ അമാനത്തിന്റെ അവകാശം പൂർത്തിയാക്കേണ്ടതാണ്. ആധുനിക ചിന്താഗതിയുള്ളവർ എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ചിലർ ഇക്കാലത്ത് പർദ്ദയുടെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. पुराना नहीं ഇങ്ങനെ മറയുടെ ഒരു ആവശ്യവുമില്ലെന്നാണ് അവർ പറയുന്നത്. लोगों के लिए था പർദ്ദയുടെ ഈ കൽപ്പന പ്രാചീന കാലത്തുള്ള കൽപ്പനയാണ് എന്നും അവർ പറയുന്നു. शौक से अहमदी मर्द എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, अल्लाह ताला ने വിശുദ്ധ ഖുർആന്റെ ഒരു കൽപ്പനയും പ്രാചീനമല്ല. कुरान करीम ഇത് ഏതെങ്കിലും കാലത്തേക്കോ ഏതെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയോ ഉള്ളതല്ല. में से इसको ഖിലാഫത്തിനോടുള്ള ബന്ധം വളരെ ആത്മാർത്ഥതയോടുകൂടി അഹമ്മദി സ്ത്രീകളും പുരുഷന്മാരും പ്രകടിപ്പിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖിലാഫത്ത് നിലനിൽക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ में സൽപ്രവർത്തികളും നിർബന്ധമായി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ये बयान फरमाया സൂറത്തുന്നൂറിലുള്ള ഖിലാഫത്തിന്റെ ആയത്തിന് 2 ആയത്തുകൾക്ക് മുമ്പിൽ देंगे और അള്ളാഹു പറയുന്നു, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്ന വാദം നിങ്ങൾ പുറപ്പെടുവിക്കേണ്ട. फरमाया ताअतुम मारूफा പറയുന്നു, इजहार करो താഅത്തും മഅറൂഫ, ऐसी इताअत करो जो ഇതാണ് നിങ്ങൾ പ്രകടമാക്കേണ്ടത്. उस मामले में എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുക. रसूल के हुक्म के मुताबिक അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ അനുസരണം പുലർത്തുക. उसके मुताबिक इताअत करो। ഖുർആന്റെയും റസൂലിന്റെയും കൽപ്പനകൾ കേട്ടാലുടനെ അനുസരിക്കുക. इस बारे में ഇക്കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി बता भी चुका हूँ। ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. साथ औरतें अपने പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും തങ്ങളുടെ ആരാധനകളുടെ നിലവാരം ഉയർത്തുക. वहाँ वो खास हुक्म തങ്ങളുടെ വിശ്വാസത്തിൽ വർധന വരുത്തുന്നതിന് പരിശ്രമിക്കുക. जो औरतों को हैं അതോടൊപ്പം उन पर भी अमल कर സ്ത്രീകൾക്ക് മാത്രമുള്ള കൽപ്പനയും നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. पर्दे के बारे में ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. वो औरत को है തന്നെ മറക്കാൻ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തന്റെ ദൃഷ്ടി കീഴ്പോട്ട് പതിപ്പിക്കാനും
സ്വതന്ത്രമായ ഇടപഴകലിൽ നിന്നും രക്ഷപ്പെടാനും സ്ത്രീയോടും പുരുഷനോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ദൃഷ്ടി കീഴ്പോട്ട് പതിപ്പിക്കുക എന്ന കൽപ്പന ആദ്യം പുരുഷന്മാർക്കാണ് നൽകിയത്. അതിന് ശേഷമാണ് സ്ത്രീയോട് കൽപ്പിച്ചിരിക്കുന്നത്. മറയൊന്നുമില്ലാതെ പുരുഷന്മാർ ദൃഷ്ടി അനിയന്ത്രിതമായി ഓടിക്കാതിരിക്കാനാണ് ഇത്. അമാനത്തുകളിൽ മറ്റൊന്നുള്ളത് വോട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതുമാണ്. ഇക്കാലത്ത് മറ്റൊന്നുള്ളത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന ബൈഅത്തിന്റെ നിബന്ധനകൾ പാലിക്കുക എന്നതാണ്. ഇതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു വളരെ വ്യക്തമാക്കിയ ഒരു കാര്യം, നിങ്ങളിൽ ഏതെല്ലാം അമാനത്തുകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ് എന്നാണ്. സൽപ്രവർത്തനങ്ങളിൽ ഒന്ന് അഹങ്കാരത്തെ ഉപേക്ഷിക്കലും വിനയം കൈക്കൊള്ളലുമാണെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള അധികം പ്രശ്നങ്ങളും അഹങ്കാരം കൊണ്ടും പൊങ്ങച്ചം കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് തന്നെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴും അവൻ വിനയം മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. അതിനുള്ള ആത്മപരിശോധന അവന് സ്വയം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവർ പറയുമ്പോൾ ദേഷ്യം വരും. എന്നാൽ സ്വയമായി ഒരാത്മപരിശോധന നടത്തുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതായിരിക്കും. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരാത്മപരിശോധന നീതിപൂർവം ചെയ്യുക. അള്ളാഹുവിന്റെ ഭയം മനസ്സിലുണ്ടെങ്കിൽ അതേ ഓരോ അഹമ്മദിക്കും ഇതുള്ളതാണ്. ഈ ആത്മപരിശോധന വളരെ എളുപ്പത്തിൽ നടത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതെല്ലാമാണെന്ന് ചിന്തിക്കുക. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ കൽപ്പനകളും നിങ്ങളുടെ മുമ്പിൽ എനിക്കിപ്പോൾ വിവരിക്കാൻ കഴിയില്ല. ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. ഇത് നടക്കണമെങ്കിൽ ഓരോ വീട്ടിലും വിശുദ്ധ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യപ്പെടണം. അത് മനസ്സിലാക്കാനുള്ള പരിശ്രമം ഉണ്ടായിരിക്കണം. അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കേണ്ടതായി വരും. കുട്ടികൾ നമസ്കരിക്കുന്നുണ്ടോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ, പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും നാം നോക്കേണ്ടതാണ്. വിശ്വസിക്കുന്നുവെന്ന് വാദിക്കുന്ന ഓരോ അഹമ്മദിയും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വിശ്വാസം പൂർണ്ണമാകുന്നത് ആഖിറത്തിലുള്ള വിശ്വാസം കൂടി ഉണ്ടാകുമ്പോഴാണ്. അതിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അടിയുറച്ച് വിശ്വസിച്ചിരിക്കണം. അവിടെ ഈ ലോകത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതായി വരും. അവിടെ അവസാന തീരുമാനം കൽപ്പിക്കപ്പെടുന്നതാണ്. അവിടെ ശിക്ഷാരക്ഷയുടെ തീരുമാനം കേൾപ്പിക്കപ്പെടുന്നതാണ്. പള്ളികളെ നിർമ്മിക്കുന്നവരെ, പള്ളികളെ നിറക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ മറ്റൊരു ഗുണം, അവർ ആഖിറത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കും. മരണശേഷമുള്ള ജീവിതവും അവിടെ നിന്നുള്ള കണക്കെടുപ്പും എല്ലാം സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത് സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നത് കൊണ്ട് പള്ളിയിൽ വരുന്നതിലും അള്ളാഹുവിന്റെ മറ്റു കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിലും അവർ ശ്രമിക്കുന്നു. അത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അവർ കാരണമായി തീരുന്നതാണ്. അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായിക്കഴിഞ്ഞാൽ ആഖിറത്തിൽ കണക്കെടുപ്പ് ഉണ്ടാകും എന്ന് ദൃഢവിശ്വാസമുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് നിഷ്കപടമായി അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നവനായി മാറുന്നതാണ്. തന്റെ സർവ്വവിധ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായിരിക്കും. ഹദീസിൽ വന്നിരിക്കുന്നു, ഏറ്റവും ഉത്തമമായ ആരാധന നമസ്കാരമാണ്. വിശ്വാസികളുടെ സംഘം നമസ്കാരത്തിനായി ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ ഏകത്വം പ്രകടമാകുന്നതാണ്. അതോടൊപ്പം പരസ്പരം സദ്വികാരങ്ങളും ജമാഅത്തിനോടുള്ള കൂറും ഏകത്വവും പ്രകടമാകുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിനോടുള്ള കടമയുമായി ബന്ധപ്പെട്ട എല്ലാതരം കൽപ്പനകളും നിറവേറ്റുന്നതിലേക്കും അവന്റെ സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റുന്നതിലേക്കും ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുക എന്ന കടമയും സൃഷ്ടികളുടെ കടപ്പാടുകൾ നിറവേറ്റുക എന്ന കടമയും പ്രാവർത്തികമാക്കാൻ
സാമ്പത്തിക कि സമ്പത്തിന്റെ ആവശ്യമുണ്ട്. ये अहम बात कभी അതുകൊണ്ടാണ് മസ്ജിദുകളിലേക്ക് സ്ഥിരമായി വരുന്നവരുടെ ഒരു ഗുണമായി അവർ സക്കാത്ത് നൽകുന്നവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. अपने माल को अपने तक महदूद नहीं रखते സാമ്പത്തിക ത്യാഗം ചെയ്യുന്നവരാണ് അവർ. और मखलूक തങ്ങളുടെ സമ്പത്തിനെ തങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ ദീനിന്റെയും ज़कात का लफ्ज़ സൃഷ്ടികളുടെയും കടമകൾ നിറവേറ്റുന്നതിനായി തങ്ങളുടെ ധനത്തിൽ നിന്നും അവർ ചെലവഴിക്കുന്നു. के क़याम के साथ ഇവിടെ സക്കാത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും നമസ്കാരത്തോടൊപ്പം ताकि പൊതുവിലുള്ള സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ. ज़रूरतें पूरी हो रही है ദീനിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ തന്നെ बनाने നിസ്സഹായരായവരുടെ ആവശ്യങ്ങളും പൂർത്തിയാക്കപ്പെടേണ്ടതായുണ്ട്. उठना बैठना ചുരുക്കത്തിൽ പള്ളികൾ നിർമ്മിക്കുകയും अल्लाह ताला അതിൽ സ്ഥിരമായി വരികയും ചെയ്യുന്നവരുടെയും उनके दिल നടത്തവും ഇരുത്തവും ഇരുളും വെളിച്ചവുമെല്ലാം ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിനായിരിക്കും. അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഭയമുണ്ടായിരിക്കും. खौफ और खशियत അള്ളാഹുവിനോട് അവർക്കുള്ള സ്നേഹം കാരണമായിരിക്കും ഇത്. ഈ ഭയം मजीद ले जा रही होती है അവരെ നന്മയിലേക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. जो हिदायत पर हैं और जिन्हें അങ്ങനെയുള്ളവരാണ് ഹിദായത്തിൽ നിലനിൽക്കുന്നവർ. अल्लाह ताला के फजल ഹിദായത്ത് ലഭിച്ചവരിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുന്നു. बड़ी कुर्बानी അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നോർവേ ജമാഅത്തിന് വലിയ ത്യാഗമാണ് ചെയ്യാൻ സാധിച്ചത്. मिलियन करोड़ खर्च ഈ പള്ളിക്ക് വേണ്ടി कुछ खर्च इब्तदाई मरकज ने दिया 104 മില്യൺ പൗണ്ട് ജമാഅത്തിന് ചിലവഴിക്കാൻ സാധിച്ചു. കുറച്ചു ഭാഗം കേന്ദ്രമാണ് നൽകിയതെങ്കിലും ബാക്കിയെല്ലാം ഇവർ തന്നെയാണ് എടുത്തത്. लेकिन जब कुछ अरसा गो के इसमें बड़ा लंबा अरसा लग गया जैसा कि मैंने शुरू में कहा था लेकिन जब मैंने जमात को ഇതിന്റെ നിർമ്മാണത്തിൽ കുറെ കാലം എടുത്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 2005 ഇതിലേക്ക് ഞാൻ ജമാഅത്തിന് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു. നേരത്തെ ഇതിലേക്ക് ജമാഅത്തിനും ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. की दाई की അപ്പോൾ അവര് വളരെ मैं मकान बेच रहा പെട്ടെന്ന് ഇതിൽ പ്രതികരിക്കുകയുണ്ടായി. हूं बेचकर रकम ഒരാൾ തന്റെ വീട് വിറ്റുകൊണ്ട് ഇതിനുള്ള പണം കണ്ടെത്തി काम किया അവരെനിക്ക് എഴുതുകയുണ്ടായി. ചിലർ തന്റെ കാർ വിറ്റ് പള്ളിയുടെ പണം നൽകി. और मैं ज्यादा से ज्यादा चंदा അള്ളാഹുവിന്റെ വീട് ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ്, അതിൽ എനിക്കും പങ്കാളികളാകണം എന്ന് കരുതി ചിലർ ഓവർ ടൈം ജോലി ചെയ്തു. ने ഇതിലേക്ക് പണം സ്വരൂപിച്ചു. बाज़ कारोबार बंद होने के സ്ത്രീകളും ത്യാഗം ചെയ്തു. उन्होंने अपने ചിലരുടെ ബിസിനസ് നിന്നുപോയിട്ടും തങ്ങളുടെ വാഗ്ദാനം അവർ പൂർത്തിയാക്കുകയുണ്ടായി. नफूस में बेइंतहा बरकत डाली ത്യാഗം ചെയ്ത എല്ലാവരുടെയും ധനത്തിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്തിടുമാറാകട്ടെ. आजकल हालात की वजह से ഇന്നത്തെ അവസ്ഥ കാരണം ചിലരുടെ കച്ചവടം നഷ്ടത്തിലാണ്. അള്ളാഹു അവരിലും തന്റെ ബർക്കത്തിടുമാറാകട്ടെ. ये सब कुर्बानियां പള്ളിയുമായി हुई होंगी कि हमने मस्जिद ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കും എന്ന ചിന്തയോട് കൂടിയായിരിക്കും ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു പറഞ്ഞ രീതിയിൽ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക, अपने अंदर നിങ്ങളുടെ വിശ്വാസം പൂർണ്ണതയിലെത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭയം की सोच रखते हुए തന്നിൽ ഉണ്ടാക്കിക്കൊണ്ട് माले सालिया സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ നിർവഹിക്കണമെന്ന ചിന്തയിലൂടെ സൽപ്രവർത്തനങ്ങളുടെ ഉന്നത നിലവാരം की और खुदा की കരസ്ഥമാക്കിക്കൊണ്ട് पैदा करने की തങ്ങളുടെ മക്കളിൽ പള്ളിയോടും മസ്ജിദിനോടും जमाने में जो अल्लाह ताला ने हम സ്നേഹം ഇട്ടുകൊടുത്തുകൊണ്ട് हजरत പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുക. शादी को भेजा है ഇക്കാലത്ത് അള്ളാഹു നമ്മോട് കരുണ ചെയ്തുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയെ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്ര പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഈ സന്ദേശം എത്തിക്കുക എന്ന കടമ നിറവേറ്റുകയും ദഅവത്തെ ഇലല്ലാഹിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുക. डाल रही है ये मस्जिद ഈ മസ്ജിദ് വലിയ ഉത്തരവാദിത്തമാണ് നമ്മളിൽ ഇടുന്നത്. हमने अपने ऊपर जिम्मेदारी ഈ മസ്ജിദ് നിർമ്മിച്ചുകൊണ്ട് वसत दे दी നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നാം जिम्मेदारी को വിശാലമാക്കിയിരിക്കുകയാണ്. तो ഈ ഉത്തരവാദിത്തങ്ങളെ നാം നിറവേറ്റുന്നില്ലെങ്കിൽ अल्लाह न करे कभी ऐसा हो അള്ളാഹുവിന്റെ പ്രീതിയുടെ ദൃഷ്ടി നമുക്ക് ലഭിക്കുകയില്ല. हमारे लिए ये അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. कि नॉर्वे में पहली अहमदिया मस्जिद तामीर हुई है നോർവേയിൽ वहाँ फिक्र का मुकाम भी है ആദ്യ അഹമ്മദിയ പള്ളി നിർമ്മിക്കപ്പെട്ടു എന്നത് നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിലും अल्लाह करे അതോടൊപ്പം
നമ്മെ വ്യാകുലപ്പെടുത്തുന്ന ഒരവസ്ഥ കൂടി ഇവിടെയുണ്ട്. अदा करने वाला हो, ഓരോ അഹമ്മദിയും ഈ വ്യാകുലതയെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറട്ടെ. खतीर रकम തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവരായി മാറട്ടെ. जो तमीर की गई है ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് खूबसूरत बनाया ഈ മസ്ജിദിനെ വളരെ മനോഹരമാക്കുകയുണ്ടായി. और खर्च करके ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചു. ചിലർ दे दिया लाखों को, ഇവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് ചിലർ तमाम मस्जिद के ഫർണിച്ചറുകൾ നൽകിയിട്ടുണ്ട്. ये പള്ളിയുടെ एक दफा की കോംപ്ലക്സിന്റെ അകത്ത് വേണ്ട എല്ലാ ഫർണിച്ചറുകളും നൽകുകയുണ്ടായി. खुश ना हो जाए लोग, सिर्फ खूबसूरत അവർ ഈ ഒരു പ്രാവശ്യത്തെ ത്യാഗത്തിൽ മാത്രം സന്തോഷിക്കാതിരിക്കട്ടെ. ये न समझेंगे ഞങ്ങൾ മനോഹരമായ ഫർണിച്ചർ നൽകി, बल्कि इसकी असल खूबसूरती അത് നൽകി, ഇത് നൽകി जो 5 वक्त की नमाजों से पैदा होती है। എന്നതിൽ മാത്രം നിൽക്കാതെ मौके पर ഇതിന്റെ സ്ഥായിയായ സൗന്ദര്യത്തെ നിലനിർത്താൻ അവർ കഴിയുന്നത്ര ശ്രമിക്കേണ്ടതാണ്. ഒരവസരത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ മസ്ജിദ് നിർമ്മാണത്തെ കുറിച്ച് ചർച്ച വന്നു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, മസ്ജിദുകളുടെ യഥാർത്ഥ സൗന്ദര്യം അതിന്റെ കെട്ടിടവുമായല്ല ബന്ധപ്പെട്ട് നിൽക്കുന്നത്, മറിച്ച് ഈ ഇഖ്ലാസോടുകൂടി അതിൽ നമസ്കരിക്കാൻ വരുന്ന നമസ്കാരക്കാരുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതല്ലാതെ ഈ കാണുന്ന പള്ളിയെല്ലാം ശൂന്യമായി നിൽക്കുകയാണ്. उसकी छत बनाई, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് ചെറുതായിരുന്നു. ഈന്തപ്പനയുടെ ഓല കൊണ്ട് അതിന്റെ മേൽക്കുര പാകിയിരുന്നു. മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്നും വെള്ളം അകത്ത് വീഴുമായിരുന്നു. പള്ളിയുടെ സൗന്ദര്യവും അതിലെ നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭൗതികർ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വീഴ്ത്തുകയുണ്ടായി. ആ മസ്ജിദിന്റെ പേര് മസ്ജിദ് ളിറാർ എന്നായിരുന്നു, ഉപദ്രവകാരിയായ മസ്ജിദ്. तकवा के वास्ते बनाई जाएं, അതിനെ മണ്ണോട് ചേർക്കുകയുണ്ടായി. പള്ളികൾ തക്വയ്ക്ക് വേണ്ടി നിർമ്മിക്കുക എന്നതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ തക്വയാണ് നാം നമ്മിൽ വളർത്തിയെടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് പലപ്പോഴായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. शरीफ तकवा ही की तालीम देता है, ആ ഒരു സ്ഥലത്ത് പറയുന്നു, इसकी इल्लत गाई है, यानी यही उसका मकसद വിശുദ്ധ ഖുർആൻ തക്വയെ കുറിച്ചാണ് പറയുന്നത്. का तकवा। अगर इंसान तकवा പരവിന്റെ ലക്ഷ്യം തന്നെ ഇതാണ്. तो उसकी नमाजें भी बेफायदा മനുഷ്യൻ തക്വ സ്വീകരിക്കുന്നില്ലെങ്കിൽ सकती हैं। അവന്റെ നമസ്കാരവും फरमाया कि अगर तकवा नहीं है ഫലശൂന്യവും फायदा है, നരകത്തിന്റെ താക്കോലുമായി തീരുന്നതാണ്. रोजों की तरफ ले जाने वाली हूँ। തക്വയില്ലെങ്കിൽ നമസ്കാരം കൊണ്ട് പ്രയോജനമില്ല, हैं कि सारी जड़ അത് तकवा നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. से ईमान പറയുന്നു, शुरू होता है, അടിസ്ഥാന പേര് തക്വയും വിശുദ്ധിയുമാണ്. ഇതിൽ നിന്നാണ് വിശ്വാസം തുടങ്ങുന്നതും और അത് മുഖേന തന്നെയാണ് അതിന് സേചനം ലഭിക്കുന്നതും. यानी उसको पानी അതായത് തക്വ മുഖേനയാണ് ഈമാൻ ഉണ്ടാകുന്നത്, അതിനെ വളർത്തുന്നതും തക്വയാണ്. ഏതുപോലെ വെള്ളം മുഖേന ചെടികൾ വളരുന്നുവോ അതേപോലെ തക്വ മുഖേന ഈമാൻ വളരുന്നു. खुदा ताला ने तकवा के लिए ही कायम किया। ദേഹേച്ഛകൾ ശമിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. डाली आपने, ഈ പ്രസ്ഥാനത്തെ തക്വയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം തക്വയുടെ മദാനം प्यार करता है वो തികച്ചും കാലിയാണ്. തക്വ സ്വീകരിക്കുന്നവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. चाहिए कि हमने अपने അതുകൊണ്ട് को निभाते हुए പയ്യത്തിന്റെ अदा करने की कोशिश പ്രതിജ്ഞ നിറവേറ്റിക്കൊണ്ട് पर चलते हुए अदा हों। തക്വയിൽ നിലനിൽക്കുന്ന നമസ്കാരം അനുഷ്ഠിക്കുന്നവരായി നാം മാറേണ്ടതാണ്. साथ जोड़कर ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം बस अगर ചേർന്നുകൊണ്ട് बैत का ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ ഇന്ന് അഹമ്മദികൾ മാത്രമാണ്. खाली मैदान को എന്നാൽ कोशिश न की ബൈഅത്തിന്റെ വാദം तो हम हज़रत मसीह मौऊद ഉന്നയിച്ചുകൊണ്ട് जमात में शामिल होने കാലിയായിരിക്കുന്ന തക്വയുടെ മൈതാനം നാം वाले नहीं हो सकते। നിറക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ जैसा कि आपने फरमाया ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം കരസ്ഥമാക്കാത്തവരായി നാം മാറുന്നതാണ്. करे ആ മഹാത്മാവ് പറയുന്നത് दारी को समझने ഈ പ്രസ്ഥാനത്തെ തക്വക്ക് വേണ്ടിയാണ് मालिक में ഉണ്ടാക്കിയിരിക്കുന്നത്. जो ഓരോ അഹമ്മദിയെയും अगर हमने ഈ മഹത്വപൂർണമായ ഉത്തരവാദിത്തം മനസ്സിലാക്കുന്നവരാക്കി അള്ളാഹു മാറ്റട്ടെ. ഈ നാടുകളിൽ ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ്. നാം തക്വ അനുസരിച്ച് പ്രവർത്തിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ, की नजर में നമ്മുടെ ബൈഅത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ अल्लाह ताला നാം അള്ളാഹുവിന്റെ മുമ്പിൽ പിടിക്കപ്പെടുന്നതാണ്. अपने उन बंदों में അള്ളാഹു നമ്മോട് കരുണ ചൊരിയുമാറാകട്ടെ. जिन पर അവന്റെ പ്രീതിയുടെ ദൃഷ്ടി പതിയുന്ന ദാസരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
कुछ कवायद ഞാൻ ഇവിടെ മസ്ജിദ് നസ്റിന്റെ നിർമ്മാണവും അതിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൽപ്പിക്കുകയാണ്. 63 मुरब्बा मीटर പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ മൊത്തം വിസ്തീർണം और मस्जिद के 9563 ചതുരശ്ര മീറ്റർ ആണ്. പള്ളി നിർമ്മിച്ച സ്ഥലം 7756 ചതുരശ്ര മീറ്റർ ആണ്. मर्दाना हिस्से में मस्जिद में जो है इसका 800 പുരുഷന്മാരുടെ ഭാഗം और 880 സ്ക്വയർ മീറ്റർ ആണ്. तकरीबन 1400 नमाजियों की गुंजाइश है. गैलरी में 298 मुरब्बा मीटर അതിൽ 1400 പേർക്ക് നമസ്കരിക്കാൻ मस्जिद में സാധിക്കുന്നതാണ്. 50 नमाजियों की गुंजाइश ഗാലറി 298 സ്ക്വയർ മീറ്ററിലാണ്. 500ഓളം നമസ്കാരക്കാർ അതിൽ ഉൾക്കൊള്ളും. काफी देर സ്ത്രീകളുടെ പള്ളിയിൽ 850 നമസ്കാരക്കാർക്ക് സ്ഥലമുണ്ട്. താഴെ ഒരു ഹാളുണ്ട്. 50 नमाज അതാണ് ആദ്യം ഉണ്ടാക്കിയത്. മറ്റൊരു നിർമ്മാണവും നടക്കാതെ കുറെ കാലം അത് മാത്രം അവശേഷിക്കുകയായിരുന്നു. 850 നമസ്കാരക്കാർക്ക് അതിൽ നമസ്കരിക്കാവുന്നതാണ്. ഇതുകൂടാതെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, മിഷനറി ഹൗസ് ഉണ്ട്. അതിൽ 3 ബെഡ്റൂമും ഡ്രോയിങ് റൂമും എല്ലാ സൗകര്യങ്ങളുമുള്ള പൂർണ്ണമായ ഒരു വീട് തന്നെയാണ്. മാഷാ അല്ലാ. मजीद कवायफ ये हैं कि മസ്ജിദ് ബൈത്തുൻ നസ്റിന്റെ മറ്റു വിവരണങ്ങൾ ഇവയാണ്. आगे 2225 बता दिया मैंने 2250 ആളുകൾക്ക് മൊത്തം അതിൽ നമസ്കരിക്കാൻ സാധിക്കും. और इसी तरह जो हॉल है नीचे उसकी छत जो है वो टेरेस के तौर पर इस्तेमाल हो रही है. താഴെയുള്ള ഹാളിന്റെ മേൽക്കൂരയും ടെറസായി ഉപയോഗിക്കുന്നു. तो അതിൽ रश हो तो നല്ല കാലാവസ്ഥയാണെങ്കിൽ नमाज अदा कर सकते हैं. मस्जिद के मीनार 800ഓളം ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. പള്ളിയുടെ മിനാരത്തിന്റെ ഉയരം 21 മീറ്റർ ആണ്. ഗോപുരത്തിന്റെ ഉയരം 5 മീറ്ററും. दफातर हैं ज़ैली तंजीमों के भी और ലൈബ്രറിയും ഓഫീസും ഉണ്ട്. കീഴ്ഘടകങ്ങളുടെ ഓഫീസും हिस्सा है ജമാഅത്തിന്റെ ഓഫീസും ഉണ്ട്. अलग लाइब्रेरी ലജ്നകളുടെ ഭാഗത്ത് അവർക്ക് സ്വന്തമായിട്ട് വേറെ തന്നെ ഒരു ലൈബ്രറിയുമുണ്ട്. बड़ा അതിനോടൊപ്പം താഴെ അവരുടെ ഓഫീസുമുണ്ട്. വലിയ ഒരു അടുക്കളയുണ്ട്. നല്ല വലിപ്പമുണ്ട്. മാഷാ അല്ലാ. मस्जिद की इजाजत नहीं मिल रही थी लंबा अरसा. कौंसिल से जो मसला चल रहा കുറെ കാലമായി മസ്ജിദിനുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല. കൗൺസിലുമായി ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. बनाने का ഒരു ഭാഗത്ത് मामला था. റോഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു. लोगों की सहूलत के लिए बेहतरी ജനങ്ങളുടെ സൗകര്യത്തിനായി सड़क भी बना के दी है. ജമാഅത്ത് ആ റോഡ് നിർമ്മിച്ചു നൽകുകയുണ്ടായി. ഫുട്പാത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. इसमें खर्च हुआ. ഞാൻ പറഞ്ഞതുപോലെ 104 മില്യൺ പൗണ്ടാണ് इस सड़क से ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. है, जो मस्जिद जो हमारी मेन सड़क जो है ओस्लो एयरपोर्ट जाने वाली सड़क है उस पे ഏതൊരു റോഡിന്റെ അടുത്താണോ നമ്മുടെ പള്ളിയുള്ളത്, ഇത് ഓസ്ലോ എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ടൗണിൽ വരികയും പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ പള്ളി വളരെ മനോഹരമായ ദൃശ്യമാണ് കാഴ്ചവെക്കുന്നത്. 6 മോഡേൺ വേയിലാണ് ഇതുള്ളത്. നിത്യവും 80,000 വണ്ടികൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് ബസ് സർവീസ് ലഭ്യമാണ്. जो जमात को ചുരുക്കത്തിൽ അള്ളാഹു ജമാഅത്തിന് നൽകിയിരിക്കുന്ന ഈ സ്ഥലം ഒരു സെന്ററാണ്. अमूमन ഇതിന്റെ നിർമ്മാണത്തിൽ ഇവിടെയുള്ള അഹമ്മദികൾ കാണിച്ച അതേ ആവേശം തന്നെ ഇതിനെ നിറക്കുന്നതിലും അവരിൽ നിന്നും പ്രകടമാകട്ടെ. ഈ പ്രദേശത്തുള്ളവരുടെ ഹൃദയം തുറക്കുന്നതിന് ഈ മസ്ജിദ് കാരണമായി തീരട്ടെ. लेकिन इस इलाके में जो मुसलमान ഇവിടെയുള്ള പ്രദേശവാസികൾ സന്തുഷ്ടരാണ്. पहले भी कहा ഈ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ और जालिमाना നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുല്ലാക്കളുടെ കുപ്രചരണം നിമിത്തം അക്രമത്തിലും എതിർപ്പിലും വളരെ മുൻപന്തിയിലാണ്. कि मस्जिद की അതുകൊണ്ട് यहाँ तोड़ फोड़ की कोशिश होती പള്ളിയുടെ നിർമ്മാണത്തിനിടയിൽ तो ഇത് തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. എന്നാൽ നാം रहेंगे इंशाल्लाह. ക്ഷമയോടും ദുആയോടും പ്രവർത്തിക്കുന്നവരാണ്. हजरत ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. ये दुआ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി തങ്ങളെ ബന്ധപ്പെടുത്തുന്നവർക്കായി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല അവരെ സിറാത്തെ മുസ്തഖീമിലേക്ക് കൊണ്ടുവരട്ടെ, जहाँ तक അവർക്ക് വഴി കാട്ടട്ടെ. गो അമുസ്ലിങ്ങളെ लेकिन हमारी കുറിച്ചാണെങ്കിൽ അവർ സന്തോഷവാന്മാരാണ്. എന്നാൽ ഞങ്ങൾ സന്തോഷിക്കുന്നത് करने के लिए ഇവരുടെ ഹൃദയം
ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് തുറക്കുമ്പോഴാണ്. അതിനായി ഈ സന്ദേശം भरपूर कोशिश करनी होगी പ്രചരിപ്പിക്കുന്നതിന് कि ये बताना होगा കഠിനമായി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. हज़रत मसीह मौद अलैहि सलाम ने फरमाया है ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ बना दो ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത സ്ഥലത്ത് മസ്ജിദ് നിർമ്മിക്കുക നിങ്ങളെ കുറിച്ച് അവിടെ അറിയപ്പെടാൻ തുടങ്ങുന്നതാണ്. का तारुफ हो ഈ പള്ളി നിർമ്മാണം ഈ നാട്ടിൽ ജമാഅത്ത് അറിയപ്പെടുന്നതിന് കാരണമായി കൊണ്ടിരിക്കുകയാണ്. रहा कि मसाजिद वो जगह हैं മസ്ജിദ് എന്നാൽ खुदा ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന സ്ഥലമാണെന്ന് ഇവരോട് പറയേണ്ടതായി വരും. के हकीकी इबादत गुजार कभी അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവർ ഒരിക്കലും बस അവന്റെ मस्जिदें സൃഷ്ടികൾക്ക് ഒരു ദോഷവും തന്നെ വരുത്തി വെക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാ മസ്ജിദുകളും हमेशा अमन ഈ മസ്ജിദും और എല്ലായ്പ്പോഴും का नारा बुलंद करेगी। खुदा के സ്നേഹത്തിന്റെ अमीर സന്ദേശങ്ങൾ മുഴക്കുന്നതാണ്. मकसद को മസ്ജിദിന്റെ നിർമ്മാണോദ്ദേശം अपने तकवा में പൂർത്തിയാക്കിക്കൊണ്ട് नीयत में भी तरक्की करने वाले हैं। നമ്മുടെ തക്വയിലും अपने दिलों में റൂഹാനിയത്തിലും मोहब्बत पैदा करके അഭിവൃദ്ധി പ്രാപിക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ട് मोहब्बत प्यार മനഃശാന്തിക്കുള്ള സാഹചര്യം ഒരുക്കുന്നവരായി നാം മാറട്ടെ. वसलाम നമ്മിൽ ഓരോരുത്തരും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും मोहब्बत करोगे സാഹോദര്യത്തിനും പ്രതീകങ്ങളായി നാം മാറട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതനുസരിച്ച് അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. क्योंकि जब तक പരസ്പരമുള്ള സ്നേഹത്തിൽ മുൻകടക്കുന്നവരായി അള്ളാഹു നമ്മെ മാറ്റട്ടെ. की मोहब्बत गैरों को പരസ്പരമുള്ള സ്നേഹത്തിൽ നാം മുന്നേറുന്നില്ലെങ്കിൽ तालीम नहीं पहुंचा മറ്റുള്ളവർക്ക് സ്നേഹത്തിന്റെ അധ്യാപനം നൽകാൻ നമുക്ക് സാധിക്കുന്നതല്ല. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകട്ടെ. के खिलाफ भी है। मैं अभी जुमा की नमाज के बाद ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. एक जनाजा गायब पढ़ूंगा। ജുമാക്ക് ശേഷം ഞാൻ ജനാസ ഗായിബ് നമസ്കരിക്കുന്നതാണ്. भट्ट साहब ജനാബ് ഷഫീർ അഹമ്മദ് ഭട്ട് സാഹിബിന്റേതാണ് ജനാസ. ये ഇദ്ദേഹം ഹമീദ് അഹമ്മദ് ഭട്ട് സാഹിബ് കറാച്ചിയുടെ മകനാണ്. पैदा हुए 1972 ഇദ്ദേഹം സിന്ധിൽ ജനിച്ചത്. FA വരെ അവിടെ പഠിച്ചു. हाफिज अब्दुल वाहिद साहब ഇദ്ദേഹത്തിന്റെ വല്ലിപ്പ ഹാഫിസ് അബ്ദുൽ വാഹിദ് സാഹിബ് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിന്റെ ബോഡി ഗാർഡിൽപ്പെട്ട ആളായിരുന്നു. जिंदगी थे। हाफिज अब्दुल वाहिद साहब के पोते थे सफीर भट्ट साहब और इनके वालिद वक्फ जिंदगी थे ना इनके वालिद താലിമുൽ ഇസ്ലാം थे हमीद अहमद भट्ट ഹൈസ്കൂൾ വസീറാബാദിലെ बशीराबाद के। ടീച്ചറായിരുന്നു പിതാവ്. 25 सितंबर को नामालूम अफराद ने मुकरम सफीर अहमद भट्ट 25 സെപ്റ്റംബറിൽ അജ്ഞാതരായ ചിലർ ഷഫീർ അഹമ്മദ് സാഹിബ് ഭട്ട് സാഹിബിനെ വെടിവെക്കുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹം പോലീസിലായിരുന്നു. बहादुर और जरूरतमंद पुलिस वालों में शुमार होते थे। किसी फोन कॉल के ऊपर ധീരനായ പോലീസുകാരിൽ എണ്ണപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. ഒരു ഫോൺ കോൾ ഇദ്ദേഹത്തിന് വന്നു. जाना था रास्ते में इन पर അപ്പോൾ ഉടനെ തന്നെ മോട്ടോർ സൈക്കിൾ എടുത്തു. ആ ഫോൺ കോൾ വന്ന സ്ഥലത്തേക്ക് പോയി. വഴിയിൽ വെച്ച് ड्यूटी पे ഫയറിംഗ് നടക്കുകയുണ്ടായി. കുറച്ചു കാലമായി ഇദ്ദേഹം പോലീസിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നു. नशा और चीजें बेच के इनके खिलाफ मुहिम में इस्तेमाल किया जा रहा था। इन्होंने काफी തീവ്രവാദികൾക്കെതിരിലും മയക്കുമരുന്നെതിരിലുമുള്ള പ്രവർത്തനത്തിലാണ് നിയോഗിച്ചിരുന്നത്. ഈ പ്രവർത്തനത്തിൽ വളരെ നല്ല വിജയം അദ്ദേഹത്തിന് കരസ്ഥമാവുകയുണ്ടായി. अल्लाह ताला इनके ഇതെല്ലാം കാരണമായിട്ടായിരിക്കാം ഇദ്ദേഹത്തെ ഷഹീദാക്കിയത്. एक अहम दिन അള്ളാഹു ഇദ്ദേഹത്തോട് കരുണ ചൊരിയുമാറാകട്ടെ. से भी पाकिस्तान में शहीद होते हैं ഒരു അഹമ്മദി മതത്തിന്റെ പേരിലും तो लाकान പാകിസ്ഥാനിൽ ഷഹീദാക്കപ്പെടുന്നു. से भी अहमदियों की जिंदगी അവിടെയുള്ള നിയമവാഴ്ച ഇല്ലാത്തത് കാരണവും और फिर അഹമ്മദികളുടെ ജീവൻ അപകടത്തിലാണ്. हुकूमती में അതോടൊപ്പം जो फराइज अदा कर ഗവൺമെന്റ് मुल्क की बेहतरी ഡിപ്പാർട്ട്മെന്റുകളിൽ പ്രവർത്തിക്കുന്ന അഹമ്മദികൾ, की खातिर भी कुर्बान നാടിന്റെ നന്മക്കായി പ്രവർത്തിക്കുന്ന അഹമ്മദികൾ നാടിനു വേണ്ടിയും കുർബാൻ ചെയ്യപ്പെടുന്നു. എന്നിട്ടും പറയപ്പെടുന്നത് അഹമ്മദികൾ നാടിനോട് കൂറു പുലർത്താത്തവരാണെന്നാണ്. ഗവൺമെന്റിന് എവിടെയെങ്കിലും അത്യാവശ്യമായി ധീരനും और इंसाफ पसंद നീതിമാനുമായ ആളുകളെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ അഹമ്മദികളെയാണ് നിയമിക്കാറുള്ളത്. तो फिर ഇദ്ദേഹത്തിനും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ ഓണർ ലഭിക്കുകയുണ്ടായി. ഇദ്ദേഹം इनके जनाजे പോലീസുകാർ അവരുടെ രീതി അനുസരിച്ചുകൊണ്ട്
വലിയ ആദരവോടെയാണ് കബറടക്കം ചെയ്തത്. लेकिन ഇതേ മൂസിയായിരുന്നു റബുവയിലാണ് മറവ് ചെയ്തത്. ഈ ത്യാഗങ്ങളെല്ലാം ചെയ്തിട്ടും മുല്ലാക്കൾ പറയുന്നത് അഹമ്മദികൾ നാടിനോട് കൂറ് പുലർത്താത്തവരാണെന്നാണ്. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ കൂറ് പുലർത്തുന്നവർ അഹമ്മദികളാണ്. നമ്മുടെ ജോലി നാം ചെയ്തുകൊണ്ടേ മുന്നോട്ട് നീങ്ങുക. അള്ളാഹു ഇവർക്ക് ബുദ്ധി വിവേകവും നൽകുമാറാകട്ടെ. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. കുട്ടികൾക്കും ഭാര്യയ്ക്കും ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.